എന്തോ ഇവിടെ പാത്രം കഴുകുവാണേ. ആണോ? അമ്മണിമേടെ പോവാ. ഞാനാണ്ട് ആ കൊച്ചുമോടെ വീട്ടിൽ വരെ LICയുടെ പൈസ കൊടുക്കാൻ പോവാ. അന്നേരം വഴി വെച്ച് മീൻകാരനെ കണ്ട് ഇച്ചിരി മീൻ മേടിച്ചു. ഇതാ ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചേക്കാം. കൊച്ചുമോടെ എനിക്ക് പോയേച്ച് വരുമ്പോ എടുത്തോണ്ട് പോക്കോളാം. ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചേക്കാം. എന്നാ തങ്കമണിയാണോ ജോലിയെല്ലാം ചെയ്യുന്ന? മരുമോളെന്തി? ഞാൻ ചെയ്യും. ഒന്നും ചെയ്യത്തില്ല. അവള് ചെയ്യാനെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ഇട്ടേക്കുവേടെ. പണിയൊന്നും അറിയത്തില്ലേ? അറിയാം. ഇപ്പൊ ചെയ്യേണ്ടെന്ന് കണ്ടിട്ടായിരിക്കും ഇതോടെ എപ്പോഴും. എൻ്റെ തങ്കമണി അതിന് കുഞ്ഞിനെ കൊച്ചു പെണ്ണല്ലേ, അതിനെ കുഞ്ഞിനെ വിടുക എല്ലാ പണിയും പറഞ്ഞ് ചെയ്യിക്കണം. അത് പഠിക്കണ്ടേ? ചെയ്യിക്കാവുന്ന എല്ലാം അങ്ങ് ചെയ്യിച്ചാണ്. വെളുപ്പിനെ എഴുന്നേൽപ്പിക്കണം, വെയിറ്റടിക്കാനായിട്ടൊക്കെ പറയണം, തേച്ച് മഴക്കാനും പണിയെല്ലാം ചെയ്യാനും പറയണം. രാവിലെ കാപ്പിയൊക്കെ എന്ത് കട്ടിലെ കൊണ്ട് തരാൻ പറയണം. അതങ്ങ് പഠിപ്പിക്കണം. വെറുതെ ഒന്നും വിടരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്യിച്ച് നോക്കാം. ചെയ്യട്ടെ. ഇപ്പോഴത്തെ പിള്ളേരെ കൊച്ചുങ്ങളെ പണി കഴിഞ്ഞാൽ മടിയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക്. പഴയ കാലം അല്ലല്ലോ. നമുക്ക് ആകാവുന്നത്ര നമ്മൾ ചെയ്യുക. അവരോട് പറയാ. അവർക്കതൊരു വളമായി പോകും. അതുകൊണ്ട് എല്ലാം ചെയ്യിക്കണം, പറഞ്ഞൊക്കെ ചെയ്യിക്കണം. എന്നാ തങ്കമണി ഞാനേ കൊച്ചുമോളങ്ങ് പോയിട്ട് വരാം. പോയിട്ട് വാ. കൊച്ചുമോളല്ലേ വരുന്നത്. ഏതായാലും അങ്ങ് വരെ പോകേണ്ടി വന്നില്ല. കൊച്ചുമോളെ LICയുടെ പൈസ ഞാനേ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തരാം. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് തരാം. ഇടം വരെ വരാതെ രക്ഷപ്പെട്ടോ കൊച്ചുമോളെ കണ്ടതുകൊണ്ട്. മഴയല്ലെന്ന് ശമ്പളം ഒന്നും കിട്ടിയില്ലെന്നേ, കാശ് കിട്ടിയില്ല. കിട്ടിയ ഉടനെ തരാതെ. എന്നാലും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഡേറ്റ് കഴിഞ്ഞ് കിടക്കുവാ. ഞാൻ എടുത്ത് അടച്ചോളാം. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ കൊണ്ട് തരണം കറക്റ്റായിട്ട് കേട്ടോ. എന്നും ഇത് ആവർത്തിക്കുകയും ചെയ്യരുത്. ഈ മഴക്കാലമൊക്കെ ഞങ്ങളുടെ കഴിച്ചല്ലേ പോണേ, നിങ്ങൾക്ക് തന്നെ അതിനോ. എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് എടുക്കണ്ടേ. ഞാൻ കോട്ടയം വരെ പോകാൻ വേണ്ടി വരികയായിരുന്നു. അന്നേരമായാലും ഇത്തിരി അവിടെ കഴിഞ്ഞ് വന്നിട്ട് എന്നെ കാണുകയില്ലായിരുന്നു. ഞാൻ പോയനായിരുന്നു. ഇത് പറയാൻ വേണ്ടി തന്നെ വന്നോ? പറയാൻ വേണ്ടി തന്നെ വന്നോ? പിന്നെ എന്നാ ഉണ്ട് കൊച്ചുമോളെ തന്നെ ഞാൻ പോട്ടെ. ഞാൻ ഈ തങ്കമണിയുടെ വീട്ടിൽ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് എടുത്തോണ്ട് അങ്ങോട്ട് പോവാണോ? അയ്യോ, ഞാനും തങ്കമണി ചേച്ചി കണ്ടിട്ട് ഒരുപാട് നാളായി. ഞങ്ങൾ കുടുംബശ്രീയിലൊക്കെ ഒത്തിരി നാളായില്ലേ കൂടാൻ തുടങ്ങിയിട്ട്. എന്നാ ഞാനൂടെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. ആയോ തങ്കമണിയെ? ആ മീനിങ് എടുത്തോണ്ട് പോവാ. അമ്മണിമേടെ മീന് മുമ്പേ കൊണ്ട് തന്നെ. കൊച്ചെ ഇങ്ങെടുത്തോണ്ട് വന്നേ. ആ മീനിങ് എടുത്തോണ്ട് വരെ. അമ്മണിമേടെ മീൻ കൊടുക്കാൻ. മീൻ എടുത്തോണ്ട് വരാൻ പറയാം. കൊച്ചേ ആ മീനിങ് എടുത്തോണ്ട് വരാൻ. ഏത് മീനാമേ? അയ്യോ, മുമ്പേ ആ ചേച്ചി ഇവിടെ കൊണ്ട് തന്ന മീനാ ഞാൻ ആ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് കൊടുക്കാം. അതെടുത്ത് കറി വെച്ചോ? അപ്പൊ എങ്ങനെയാ ഇനി അവർക്ക് മീൻ കൊടുക്കും? ഞാൻ എന്നാ എടുക്കും? അമ്മ എന്നോട് അമ്മ ചേച്ചിയുടെ മീനാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അറിഞ്ഞോ നീ ഇപ്പൊ ഇത് കറി വെക്കുവെന്നൊന്നും. ഇതാണോ വീട്ടിൽ മരുമോളൊന്നും ചെയ്യാലെന്ന് പറയുന്നത്? അടുത്തുള്ള മീനും കൂടെ എടുത്ത് കറി വെക്കുന്ന മരുമോളാ. 7 നേരം മരുമകളെ കുറ്റ. ഇപ്പം മനസ്സിലായോ? ഈ മുഴുവൻ നുണയാ പറയുന്നതെന്ന്. ഞങ്ങളെപ്പോലുള്ള കൊച്ചു പെൺപിള്ളേരെ പറ്റി നുണ പറയുന്നത്. എന്നല്ല പറയുന്നത്, മരുമകൾക്ക് മീൻ കറി വെക്കാൻ അറിയത്തില്ല, ഇറച്ചി കറി വെക്കാൻ അറിയത്തില്ല എന്നല്ല. ഇപ്പം കണ്ടോ മരുമകൾ മീനെല്ലാം കറി വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇച്ചിരി കറി കൊടുത്തു വിട്. അവരുടെ വീട്ടിൽ ചോറുണ്ടോ ഇനി എല്ലാവരും? കറി കൊടുത്തു. ഇനി ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ടാൻ വരുമ്പോൾ ഞാൻ എന്നാ ഒരു കറി കൊടുക്കും? കൊച്ച കറി ഇതൊന്ന് കൊണ്ടു കറി തന്നു വിടാം. കറി തന്നു തൽക്കാലത്തിന് കറി തന്നു വിട്. ഇന്നത്തെ പരിപാടി ലാഭമായല്ലോ. ഇനി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ വീട്ടിൽ. അത് പറയാം. മാത്രം തന്നാൽ പോരാ. എൻ്റെ കൂടെ LIC കൂടെ തരണം. അതിനെന്താ, ഞങ്ങളുടെ വീട്ടിൽ 3 വിരുന്നുകാരുണ്ട്. അവരൊക്കെ ഒന്ന് അവർ ചേരും. നമുക്ക് ചേർക്കാൻ അതിന് ചേരുമോ? അവർ ആ കൂട്ടുകാരെ കൂടി ഒന്ന് വിളിക്കാം. വിളിക്കാം. രമ്യ, ചിന്നു, ചേച്ചി ഫ്രണ്ടാണ് ഞാൻ. ഒരു LIC ചേരുന്നതിനെ പറ്റിയായിരുന്നു. ഒരു പോളിസി ചേരാവോ? നോക്കട്ടെ. ഒരു LIC ചേരാവോ? ഒരു പോളിസി എനിക്കൊന്നും ഉണ്ടല്ലോ. ഞാൻ ഈയിടെ ചേച്ചി കൊച്ചിന്റെ പേരിൽ ഒരെണ്ണം എടുത്തേ. എന്നാലും ഒരു പെൺപിള്ളേരുണ്ടല്ലോ ഒരു വെച്ച്. എനിക്കൊരു ചെറുക്കനേ ഉള്ളൂ. ചേച്ചിക്കുണ്ടോ? മാസം 500 രൂപ, ഒരു വർഷം 6000 രൂപ. നോക്കാതെ നമ്മൾ എങ്ങനെ ചേച്ചി അടയ്ക്കുന്നേ? മുടങ്ങാതെ അടയ്ക്കണ്ടേ? മുടങ്ങാതെ അടയ്ക്കണം. എനിക്ക് ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. 3 മാസം ഞാൻ നോക്കാം. ഞങ്ങളുടെ അയലൊക്കെ അവരുണ്ട്, അവരോട് പറയാം. എൻ്റെ ഫോൺ നമ്പർ തരാവേ. പോകാൻ നേരത്ത് മേടിച്ചോണ്ട് പോളെ. അന്നേരം വിളിച്ചാൽ മതി. സജിനിയെ കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ സജിനിയോട് വിളിച്ചു ഫോൺ നമ്പർ കേട്ടോ. ഞങ്ങളിപ്പം തന്നെ അങ്ങ് പോകുമല്ലേ, അപ്പൊ അവിടെ കൊടുത്താൽ മതി കേട്ടോ. സജിനി ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞങ്ങൾ ആ 3 പേരിൽ ഒരാളെ കൂടിയേക്കാം. ആരെങ്കിലും ഒരാളെ ചേർക്കാം.
അപ്പം നിങ്ങളുടെ അയൽവക്കത്തും ഇതുപോലെ മരുമോളും അമ്മായിമ്മയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.